രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അന്ന് ആരാണോ KPC പ്രസിഡന്റ് അതിൻ്റെ അവർക്ക് രണ്ടുപേർക്കുമാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് വേറെ ആരെങ്കിലും വന്നായിട്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് കാണിച്ചു തരാമോ? ഞാൻ ഒന്നുകൂടെ പറയാം. ശ്രീ കരുണാകരൻ്റെയും ആൻ്റണിയുടെ കാലത്ത്, ശ്രീ ഉമ്മൻചാണ്ടിയുടെയും രമേശിൻ്റെ കാലത്ത്, ശ്രീ രമേശിൻ്റെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും കാലത്ത് അന്ന് നടന്നിട്ടുള്ള സകല വിജയപരാജയങ്ങളുടെയും ക്രെഡിറ്റ് PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനുമായിരുന്നു. അന്നൊന്നും മൂന്നാമതൊരാൾ ഇത്തരം അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടില്ല. ഇതൊരു പുതിയ പ്രവണതയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലൊരു PCC പ്രസിഡന്റ് നിലവിലിരിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവ് നിലവിലിരിക്കുമ്പോൾ അവർക്ക് അതീതനായ ഒരു ശക്തി എന്ന് പറയുന്നത് ഇന്ന് വരെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് അനാവശ്യമായൊരു വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല. മുതിർന്നാൽ 1968 കോൺഗ്രസ്സിൽ വന്ന ആളാണ് ഞാൻ പലതും കണ്ടിട്ട് അനങ്ങാതിരിക്കുകയാണ്. ഇനി ഇത്തരം പ്രവണതകൾ കോൺഗ്രസ്സിൽ വന്നാൽ ഞങ്ങളുമൊക്കെ അഭിപ്രായം പറയേണ്ടി വരും. പറയിപ്പിക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്.